ഇപ്പോൾ വരുന്നൊരു വാർത്ത. തൃശൂർ പീച്ചിയിൽ കാട്ടാന കിണറ്റിൽ വീണു. വെള്ളക്കാരിത്തളം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത്. ആനയെ കരയ്ക്ക് കയറ്റാൻ ശ്രമം നടത്തുന്നു. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് ഈ ആന കിണറ്റിൽ വീണ ശ്രദ്ധയിൽപ്പെട്ടത്? ഇതൊരു വനത്തോട് ചേർന്ന പ്രദേശമോ മറ്റോ ആണോ? ഗൂഗിൾ, ഇത് വനത്തോട് ചേർന്ന മേഖലയാണ്. ഈ പീച്ചിക്കടുത്ത് വെള്ളക്കാരിത്തടത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. പുലർച്ചയോടുകൂടി കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് ഈ വീട്ടിലെ, അതായത് വീട്ടുടമ എണീക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ കിണറ്റിൽ കാട്ടാന വീണത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഈ പുലർച്ചയോടുകൂടി തന്നെ JCB കൊണ്ടുവന്ന ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും ഈ JCB ഉപയോഗിച്ച് സമീപത്തെ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ കാട്ടാനയെ കരക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഇതുവരെയും അത് പൂർത്തീകരിക്കാനായിട്ടില്ല. ഒരു 5:30യോടുകൂടി തന്നെ ഇത്തരത്തിൽ കൊണ്ട് ഇത്തരത്തിൽ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വിഫലമായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാട്ടാന ചെറിയ കിണറും അതോടൊപ്പം തന്നെ കാട്ടാന ഈ വീണതോടുകൂടി തന്നെ ഈ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അധിക സമയം ഈ കാട്ടാനയ്ക്ക് കിണറ്റിൽ കഴിയാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് എല്ലാം വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വനംവകുപ്പ് JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാവിലെ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത്. പക്ഷേ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കാട്ടാനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പീച്ചി മേഖല എന്ന് പറയുന്നത് ഈ വനമേഖലയാണ്. അതിനോട് ചേർന്ന് ഈ പ്രദേശത്താകെ തന്നെ ഈ കാട്ടാന ഇറങ്ങുന്നതൊക്കെ തുടർക്കഥയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ ഈ കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിൽ ഇങ്ങനെ ഈ കാട്ടാന വീണതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പുലർച്ചെ വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തുന്നത് ഈ കാട്ടാന വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാണ് ഇവരെല്ലാവരും എഴുന്നേൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് കിണറിൽ ഈ കാട്ടാന വീണ് കിടക്കുന്നത് അറിയുന്നത്. പിന്നീട് സമീപത്തെ വാർഡ് മെമ്പറെ അടക്കം വിവരം അറിയിക്കുന്നു. വാർഡ് മെമ്പർ വിവരം അറിയിച്ചനുസരിച്ചാണ് പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നീട് രാവിലെ തന്നെ JCB എത്തിച്ചുകൊണ്ട്, അതായത് കാട്ടാന നിൽക്കുന്ന ഇത് വെച്ച് അധിക നേരം കാട്ടാനയ്ക്ക് കഴിയാൻ കഴിയില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുകയായിരുന്നു. അങ്ങനെയാണ് JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കാട്ടാനയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശരി, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പീച്ചിയിലാണ് കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. പുലർച്ചെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ തന്നെ വനംവകുപ്പ് JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.